അങ്ങനെ 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ദേ നമ്മുടെ ടാറ്റ മാൻസ ഇന്ന് നമ്മുടെ ഷോറൂമിൽ നിന്ന് ഡെലിവറി പോകാൻ പോവുകയാണ്. സിയോണിൽ നിന്ന് ഡെലിവറി പോകാൻ പോവുകയാണ്. വെഹിക്കിൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കറക്റ്റ് 3 മാസമായി. ഒരുപാട് പാർട്സൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. മാത്രമല്ല ഓരോ പാർട്സും അത്യാവശ്യം സ്പെഷ്യൽ കെയർ കൊടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ടൈം കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനാദ്യം തന്നെ ഒരു സോറി. എസ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ട് ഒരുപാട് വ്യൂവേഴ്സ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഡിലേ ആക്കിയതിനൊരു സോറി പറഞ്ഞുകൊണ്ട് തന്നെ വെഹിക്കിളിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസാണ് കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാനായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സിയോൺ എന്ന ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ റീസ്റ്റോറേഷൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുന്നുണ്ട് ഷോറൂം ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളും റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ തന്നെ. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ നോർത്ത് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഫൈനലിയാണ് കസ്റ്റമർ എവിടെയാണ് ലൊക്കേഷൻ വെഹിക്കിൾ കൊണ്ടുവരാം എന്നുള്ള രീതി പറയുമ്പോഴാണ് ട്രിവാൻഡ്രമാണ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരമാണോ സോറി എന്ന് പറഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ലൊക്കേഷൻ ആദ്യമേ പറയാത്തത് കൊണ്ടുണ്ടായി എന്നുള്ളതിൽ വിഷമമുണ്ട്. സോ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടാറ്റ മാൻസയുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആക്ച്വലി നമ്മളൊരു ഫുൾ പേൾ വൈറ്റാണ് ഈ ഒരു വെഹിക്കിളിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് നോർമൽ ടാറ്റ മാൻസയിൽ വരുന്ന വൈറ്റ് അല്ല, നമ്മുടെ കിയയുടെ സോണറ്റും സെൽട്ടോസും ഒക്കെ തന്നെ ഞങ്ങൾ യൂസ് ചെയ്ത ബ്രൈറ്റ് പേൾ വൈറ്റ് ആണ് ഈ ഒരു വെഹിക്കിളിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത്. ആക്ച്വലി ആ ഒരു കളർ ചൂസ് ചെയ്തതിന് പിന്നിലും ഒരു കാര്യമുണ്ട്. നമ്മുടെ മാൻസ ഇവിടെ വർക്കിന് വന്ന അതേ ദിവസം നമ്മുടെ ഷോറൂമിൽ നിന്നൊരു കിയയുടെ സോണറ്റ് വൈറ്റ് കളർ ഡെലിവറി പോവുകയാണ്. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ കണ്ടതിന് ശേഷം നമ്മൾ തീരുമാനിക്കുകയായിരുന്നു ഈ ഒരു മാൻസയുടെ വൈറ്റ് കളറും സെയിം തന്നെ മതി എന്നുള്ള. അത്രയ്ക്കൊരു അടിപൊളി വൈറ്റ് ടോൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു കളർ തന്നെ നമ്മൾ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മുടേതായ രീതിയിൽ ഒരു ചെറിയ കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു ഡ്യുവൽ ടോൺ ആക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ഇതിൻ്റെ റൂഫ് വരുന്ന ഏരിയ പിയാനോ ബ്ലാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റൂഫ് മാത്രമല്ല കേട്ടോ, ABC പില്ലേഴ്സിൻ്റെതും പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ABC പില്ലർ എന്ന് പറയുമ്പോൾ വെഹിക്കിളിൻ്റെ ഡയറക്റ്റ് പില്ലറല്ല, ഡോറിൻ്റെ ആ ഒരു പില്ലർ വരുന്ന ഏരിയ പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ റിയർ വ്യൂ മിററും പിയാനോ ബ്ലാക്ക് ആണ്. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ പിയാനോ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഫ്രണ്ട് നമ്മുടെ ഗ്രില്ല് വരുന്ന ഏരിയയിലും അതുപോലെ തന്നെ താഴത്തെ എയർ ഡാമിൻ്റെ ഏരിയയിലും കാണാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ നമ്മുടെ റിയർ സൈഡിൽ ബൂട്ടിൻ്റെ ആ ഒരു ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബൂട്ട് ലീഡിനോട് ചേർന്നിട്ട്. ആ ഒരു ക്രോം എലമെൻറ്റിനെയും നമ്മൾ പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെഹിക്കിളിൻ്റെ ഒരു റിയർ എന്ന് പറയുന്നത്. വെഹിക്കിളിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് വെഹിക്കിൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തായിരുന്നു സിറ്റുവേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. ടെയിൽ ലാംപ്സ് ഒക്കെ തന്നെ ക്രാക്ക് ആയിട്ടുണ്ട്, പെയിൻ്റ് ഒക്കെ തന്നെ പീൽ ഓഫ് ആയി പോയിട്ടുണ്ട്, ബോഡി കംപ്ലീറ്റ് ആയിട്ട് തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല മെജോറിറ്റി ബോഡി കമ്പോണൻസും സ്ക്രൂ ഒക്കെ വെച്ചാണ് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. അതെല്ലാം തന്നെ മാറ്റി കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ലുക്ക് കൊടുക്കാനായിട്ട് ടീം സിയോണിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സാധ്യമായതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് നമ്മുടെ കസ്റ്റമറാണ്. കസ്റ്റമർ നമുക്ക് ഇത്രയും ടൈം തന്നു. അപ്രോക്സിമേറ്റ് 3 മന്ത്സ് ആയിട്ടുണ്ട്. ആ 3 മന്ത്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഓരോ കമ്പോണൻസും അത്രയും സ്പെഷ്യലി കെയർ ചെയ്ത് കളക്ട് ചെയ്ത് റീസ്റ്റോർ ചെയ്തതിന് വേണ്ടിയിട്ട് എടുത്തൊരു ടൈമാണ്. ആ ഒരു ടൈം നമ്മുടെ കസ്റ്റമർ തന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. അതിന് പുറമെ പിന്നെ നമ്മുടെയൊക്കെ ടീമിൻ്റെ ഒരു കളക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ ഈ ഒരു വെഹിക്കിളിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ കെയറാണ്. നമ്മൾ എല്ലാ വെഹിക്കിളിനും കൊടുക്കുന്നതാണ്. ആ ഒരു സ്പെഷ്യൽ കെയറും കൊടുത്തു. അത് നമുക്ക് ഈ രീതിയിൽ വണ്ടിയുടെ ഔട്ട്ലുക്കിനെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഹെഡ് ലാമ്പൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ യെല്ലോ ഷെയ്ഡായതായിരുന്നു. അത് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തൊരു ബ്രാൻഡ് ന്യൂ ലുക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയായിരുന്നു ഫ്രണ്ട് ഗ്രില്ലൊക്കെ തന്നെ ക്രോം ആയിരുന്നു, പക്ഷേ ആ ക്രോം കംപ്ലീറ്റ്ലി പീൽ ഓഫ് ആയിട്ടുണ്ട്. അതിനെ പിയാനോ ബ്ലാക്ക് ആക്കി അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഏരിയ ഒക്കെ തന്നെ സ്ക്രൂ ആയിരുന്നു. അത് ആക്ച്വലി കംപ്ലീറ്റ്ലി പൊട്ടിച്ച് സ്ക്രൂ ആക്കിയ രീതിയിലായിരുന്നു. അത് ഒരു പരിധി വരെ റീസ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എങ്കിലും അപ്രോക്സിമേറ്റ് ഒരു 80% അതിനെ ഒരു OE ലെവലിലോട്ട് റിക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് വീൽസിലൊക്കെ തന്നെ വീൽ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. 15 ഇഞ്ചിൻ്റെ ഒരു ഡ്യുവൽ ടോൺ ഷെയ്ഡ് വരുന്ന വീൽ ക്യാപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാനൽസ് ഒക്കെ തന്നെ ആക്ച്വലി ഈ ഒരു ബീഡിങ് ഒക്കെ തന്നെ ഫുള്ളായിട്ടൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കായിരുന്നു. ഇത് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന അനുസരിച്ച് ഇതിനെ ബ്ലാക്ക് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സിൽവറിന് പകരം ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗൺ മെറ്റൽ ഗ്രേ ഷെയ്ഡ് കൊടുക്കാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പിന്നെയാണ് നമ്മൾ ആ പ്ലാൻ മാറ്റി ബ്ലാക്ക് ആൻഡ് ക്രോം എന്നുള്ളൊരു കോമ്പിനേഷനിൽ തന്നെ ഇത് ചെയ്യേണ്ടായിരുന്നത്. സെയിം തന്നെ ആ ഒരു എലമെൻറ്റ് നമ്മുടെ വെഹിക്കിളിന് ചുറ്റും സറൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. വെഹിക്കിളിൻ്റെ ഒരു സൈഡ് ബീഡിങ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അത് OE വെഹിക്കിളിൽ വരുന്ന അതേ ഡിസൈൻ തന്നെ നമ്മൾ അതുപോലെ റിക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ദെൻ ടെയിൽ ലാംപ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. ടെയിൽ ലാമ്പ് ഒക്കെ തന്നെ പൊട്ടിപ്പോയിരുന്നു. 2 ടെയിൽ ലാമ്പ് മേടിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്പെയർ കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നിലവിൽ ടാറ്റ
മാൻസയുടെ പ്രൊഡക്ഷനൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെയർ കിട്ടുന്നതിന് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ തികച്ചും വ്യത്യസ്തമാക്കുന്ന രീതിയിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. നിങ്ങളിപ്പോൾ കാണുന്ന ഡോർ പാഡൊക്കെ കണ്ടോ? ഈ ഡോർ പാഡൊക്കെ തന്നെ അന്നത്തെ ബിഫോർ വീഡിയോ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ഇതൊക്കെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലായിരുന്നു വന്നിരുന്നത്, അതായത് ബീച്ച് കളറിലായിരുന്നു വന്നിരുന്നത്. അതേ ലെതറിനെ തന്നെ ഓഫ് വൈറ്റ് കളറാക്കിയതാണ്, അല്ലാണ്ട് പുതിയ ലെതർ ഇട്ടതല്ല. സെയിം ലെതറിനെ തന്നെ ഓഫ് വൈറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. പീൽ ഓഫ് ആകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിക് പ്രൈമർ ഉൾപ്പെടെ അടിച്ചിട്ടാണ് ഈ ഒരു ലെതറിനെ നമ്മൾ ഓഫ് വൈറ്റ് കളർ ടോണിലോട്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ആംറസ്റ്റിൻ്റെ ഏരിയയൊക്കെ തന്നെ ക്ലോത്താണ്. അത് സ്പെഷ്യലി ബിൽഡ് ബൈ ആനന്ദ്, ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളത് പുറത്ത് അന്വേഷിച്ചു. വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല റേറ്റും പറയുന്നുണ്ട് അവർ സംഭവം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഓഫ് കോഴ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, നമ്മൾ തന്നെ ഇവിടെ ട്രൈ ചെയ്തു. അത് സക്സസ് ആയി. അത് ആക്ച്വലി ആംറസ്റ്റിൽ മാത്രമല്ല, നമ്മുടെ റൂഫിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ് പാഴ്സൽ റേയുടെ അവസ്ഥയും. പാഴ്സൽ റേയും കംപ്ലീറ്റ് ആയിട്ട് ആ സെയിം ബ്ലാക്ക് ക്ലോത്ത് വെച്ച് തന്നെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ ആ ഒരു കളർ ടോൺ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഡാഷ്ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡാണ് നമ്മൾ ടാറ്റ മാൻസ റീക്രിയേറ്റ് ചെയ്ത സമയത്ത് ആ വാഹനത്തിന് നൽകിയത്. സോ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുന്ന സമയത്ത് ഇത് റിയൽ ടാറ്റ മാൻസ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രത്തോളം നല്ല രീതിയിൽ തന്നെ വെഹിക്കിളിനെ റീസ്റ്റോർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും മനസ്സിലാവുമല്ലോ എത്രത്തോളമാണ് നമ്മൾ ആ വെഹിക്കിളിനെ റീസ്റ്റോർ ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് തോന്നുന്ന ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്യുക. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് ആയിരിക്കും. സോ ഇതാണ് വെഹിക്കിളിൻ്റെ ഓവറോൾ ഇൻറ്റീരിയർ ലുക്ക്. സീറ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടില്ല. സീറ്റ് കവേഴ്സ് ആക്ച്വലി അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കീറലൊന്നും തന്നെ സീറ്റ് കവറിൽ ആവശ്യം വന്നിട്ടില്ല. സോ വേറെ സ്റ്റിച്ച് പൊട്ടുകയോ അല്ലെങ്കിൽ കീറലോ ഒന്നും തന്നെ സീറ്റ് കവേഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം അതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. സോ എല്ലാ സീറ്റ്സും നല്ല രീതിയിൽ തന്നെ കെമിക്കൽ വെച്ച് നമ്മളതിനെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ആ ഡീപ്പ് ക്ലീനിങ്ങോടുകൂടി തന്നെ നല്ല രീതിയിൽ അത് റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. താഴത്തെ പാനൽസ് ഉൾപ്പെടെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഈ കാണുന്ന ഡോർ പാഡും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ബ്ലാക്ക് സെയിം തന്നെയാണ്, ഓഫ് വൈറ്റ് ദെൻ ക്ലോത്ത്. ഇതൊക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അത് ആക്ച്വലി എല്ലാ ഡോറിൻ്റെ ഹാൻഡിൽസും സെയിം ലോക്ക് സെറ്റും നമ്മൾ റീപെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി ലോക്ക് സെറ്റിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അന്ന് ലോക്ക് സെറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് അത് പൊരിഞ്ഞു പോയൊരവസ്ഥയിലാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ചതാണ്. ആ ഒരു പൊരിഞ്ഞു പോയ സംഭവത്തിനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചില്ല. സോ എഗെയിൻ ഇത് പുതുതായിട്ട് പർച്ചേസ് ചെയ്ത് അത് മാറ്റ് ഫിനിഷ് ആയിരുന്നു, അതിനെ കൊണ്ടുപോയി പിയാനോ ബ്ലാക്ക് ആക്കി കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ എ സി വെൻസൊക്കെ തന്നെ അന്ന് വേറൊരു കളർ ടോൺ ആയിരുന്നു നിങ്ങൾ കണ്ടത്. അതിനെയും പിയാനോ ബ്ലാക്ക് കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. ആൻഡ് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഏരിയ, സ്പീഡോമീറ്ററിൻ്റെ ചുറ്റും വരുന്ന ആ ഒരു ഏരിയ, ഇതെല്ലാം തന്നെ പിയാനോ ബ്ലാക്ക് കോമ്പിനേഷനാണ്. സെൻട്രൽ കൺസോളും കംപ്ലീറ്റ്ലി പിയാനോ ബ്ലാക്ക് കോമ്പിനേഷനാണ്. ദെൻ മ്യൂസിക് സിസ്റ്റത്തിന് ഒരു കാർബൺ ഫൈബറിൻ്റെ ടെക്സ്ചർ കൂടി നൽകിയിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മാത്രമാണ് കേട്ടോ. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ബട്ടൺസൊക്കെ തന്നെ അതിൻ്റെ പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അത് കിട്ടാനായിട്ട് ഇല്ല സത്യം പറഞ്ഞാൽ. സോ കസ്റ്റമർ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ടച്ച് സ്ക്രീനായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും വൃത്തിയായിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചർ നൽകിയിട്ടുള്ളത്. ദെൻ സെൻട്രൽ കൺസോൾ താഴെയൊക്കെ കാണുന്ന രീതിയിൽ പിയാനോ ബ്ലാക്ക് ആൻഡ് മാറ്റ് ബ്ലാക്ക് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. ഇനിഷ്യലി ഈ ഒരു ടാറ്റ മാൻസ നമ്മൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് എടുത്തപ്പോൾ തുടക്കത്തിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെഹിക്കിളിന് അത്യാവശ്യം നല്ല രീതിയിൽ റസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു സി പില്ലറിൻ്റെ മേൽവശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റസ്റ്റ് എടുക്കുകയും അതിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം ഉള്ളിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനെ MCL പോലൊരു കോമ്പൗണ്ട് വെച്ചാണ് താൽക്കാലികമായി ഫില്ല് ചെയ്ത് വെച്ചിരുന്നത്. അത് കാരണം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ രീതിയിൽ വെള്ളം ഇറങ്ങുകയും തുരുമ്പ് കൂടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ റീസൺ കൊണ്ട് തന്നെ ഫ്ലോറിലും അത്യാവശ്യം നന്നായിട്ട് തുരുമ്പ് വന്നിട്ടുണ്ട്. സോ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം പുതിയ മെറ്റൽ പീസാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിനെ റിമൂവ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് എല്ലാം തന്നെ ക്ലിയർ ചെയ്തത്. ദെൻ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്തത്. ഗ്ലാസ്സൊക്കെ ലാസ്റ്റാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ബൂട്ടിൻ്റെ ഉള്ളിലും 1-2 ഏരിയയിൽ ഈ പറഞ്ഞ പോലെ റസ്റ്റ് സംഭവിച്ച് ബോഡി ഹോളായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ബൂട്ടിൻ്റെ മാറ്റെല്ലാം തന്നെ ഓൾറെഡി വെഹിക്കിളിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ അതെല്ലാം തന്നെ ഇനി ഒന്നേ ഇളക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ബൂട്ടിൻ്റെ ഉള്ളിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ റീസ്റ്റോറേഷന് ശേഷം എന്നുള്ളത് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിലവിൽ ബൂട്ടിൻ്റെ ഉൾവശം ഇതാണ്. ഇത് ആക്ച്വലി വണ്ടിയുടെ ഓണർ തൊട്ട് മുന്നേ എത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലഗേജൊക്കെയാണ്. സോ വെഹിക്കിൾ കൊണ്ട് അദ്ദേഹം പോകാൻ പോവുകയാണ്. ഈ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു റെസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ മാറ്റ് ഇട്ട് ചെയ്യുന്നത്. തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റ് ഉയർത്തി കാണിച്ചിരുന്നേ കണ്ടോ.
ആ ഒരു പ്ലാറ്റ്ഫോം ഉൾപ്പെടെ നമ്മൾ നല്ല രീതിയിൽ റീപെയിൻറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആയിരുന്നു ടാറ്റ മൻസ എന്ന ഈ ഒരു വാഹനത്തിൽ ടീം സിയോണിൻ്റെ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. വെഹിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു ലുക്കിൽ, ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിൽ ഈ ഒരു വെഹിക്കിൾ ഇന്നിപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ വെഹിക്കിളിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ്, ഇതിൻ്റെ പാസ്റ്റ് കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് ഇനിയും വർക്കുകൾ ചെയ്യുന്നതിന് ഒരു പ്രചോദനമാകും. അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ടുമാകും. ഇനിയും എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഫീഡ്ബാക്കും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെഹിക്കിളിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. സോ ഈ ഒരു വെഹിക്കിളിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഇപ്പോൾ അറൗണ്ട് ഒരു 80,000 റുപ്പീസ് ആയിട്ടുണ്ട്. ഫുൾ ബോഡി പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു റീസ്റ്റോറേഷൻ എല്ലാം തന്നെ. പിന്നെ കുറച്ച് പാർട്സ് മേടിച്ചതിൻ്റെ എമൗണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ പെയിൻറ്റിംഗ് പ്ലസ് റീസ്റ്റോറേഷൻ ഒരു 80,000 റുപ്പീസാണ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ടാറ്റ മൻസയുടെ ഫൈനൽ ഔട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വെഹിക്കിളിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. വെഹിക്കിളിൻ്റെ കോസ്റ്റ് എത്രയായി ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്തെടുക്കുന്നതിന് എന്നുള്ള ഒരു കമൻസ് ആയിരിക്കാം കൂടുതൽ വരാൻ സാധ്യത. കാരണം നമ്മൾ നിലവിൽ ഷെയർ ചെയ്തിരുന്ന റീസ്റ്റോറേഷൻ്റെ വീഡിയോസിനൊക്കെ തന്നെ അത്തരത്തിലൊരു കമൻറ്റ് വന്നിരുന്നു. പക്ഷേ അതിൽ ചില കമൻസിന് റിപ്ലൈ ചെയ്തിട്ടില്ല, ചിലതിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത്തരത്തിലൊരു കമൻറ്റ് വരുന്നതിൻ്റെ ഉദ്ദേശം തീർച്ചയായിട്ടും ഇതേ മോഡൽ വെഹിക്കിൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ വെഹിക്കിൾ ഇതുപോലെ റീസ്റ്റോർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിന് പല വാഹനത്തിനും പല റേറ്റ് ആയിരിക്കും ഇതിൻ്റെ റീസ്റ്റോറേഷൻ കോസ്റ്റ് വരുന്നത്. അതൊരിക്കലും ആളിനെ കണ്ട് റേറ്റ് മാറ്റി പറയുന്നതല്ല, വെഹിക്കിളിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് റേറ്റ് മാറുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ പാച്ച് വർക്കും ബോഡി വർക്കും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ചെയ്തെടുത്തത് കൊണ്ടാണ് ഈ ഒരു വെഹിക്കിളിന് ഇത്രയും റേറ്റ് വന്നിട്ടുള്ളത്. ബോഡി വർക്ക് അധികമില്ല, ജസ്റ്റ് ഒന്ന് പാച്ച് വർക്ക് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് ഫുൾ ബോഡി പെയിൻ്റ് അടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ മേ ബി ഇത്രയും കോസ്റ്റ് വരണമെന്നില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ വാട്സപ്പ് നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഏത് വാഹനമാണ്, നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്ന് തീർച്ചയായിട്ടും അത് പറഞ്ഞു തന്നാൽ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമുക്ക് തീർച്ചയായിട്ടും തരാനായിട്ട് സാധിക്കും. അപ്പോൾ ദയവ് ഇത് കമൻറ്റിൽ വന്നിട്ട് റേറ്റ് ചോദിച്ചതിന് റിപ്ലൈ ഇട്ടില്ല എന്നുള്ള രീതിയിലൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ മൻസയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ hope you have enjoyed the video, and this is Anand signing off from Zion with Tata Mansa. Bye bye.